ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതെ ഇന്ന് മുതൽ നമുക്ക് തിരക്കിട്ട ദിവസങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേർക്കും മദ്രസ ഉണ്ട്, സ്കൂളെല്ലാം ലീവുള്ളൂ. അപ്പോൾ രണ്ട് പേർക്കും ഇപ്പോൾ മദ്രസയുടെ ടൈം വേറെ വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷിബിലിമോനെ വിളിച്ചോത്തിട്ടാ. ഫിനിമോളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എണീറ്റിട്ട് ഒന്ന് നിസ്കരിച്ചിട്ട് വീണ്ടും ഒന്ന് കടന്നതാണ് കേട്ടോ. ഷിബിലിമോൻക്ക് 6:30 ഫിനിമോൾക്ക് 7:30 കേട്ടോ മദ്രസ. അപ്പോൾ അത് അവനെ വിളിച്ചോണത്താണ്. അവനാണെന്നുണ്ടെങ്കിൽ വിളിച്ചോണത്തിന് ശേഷം വീണ്ടും ഇതൊന്നും കൂടി മൂടി പൊതിച്ച് വീണ്ടും കടന്നു കേട്ടോ. അങ്ങനെ അത് അവൻ എണീറ്റോളെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞു അടുക്കളയിലെത്തി. ആദ്യം തന്നെ ഞാൻ ഒരു കോഴിമുട്ട പൊഴിയാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. എല്ലാവരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കാറുണ്ടാക്കല്ലേ. ഞാൻ ചായ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചായൻ്റെ ആ പരിപാടി രാവിലെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ചായ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വെള്ളം കുടിക്കും കേട്ടോ. അതിനുശേഷം കടി തിന്നുമ്പോഴും അതിൻ്റെ കൂടെ വെള്ളമാണ് കേട്ടോ കുടിക്കാറ്. അങ്ങനത് മുട്ട ഈസിക്കുമ്പോൾ വേകുമ്പോഴേക്ക് ഞാനിത് കറിക്കുള്ളത് റെഡിയാക്കുകയാണ്. എന്നാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒത്തിരി തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് 6:30 പോകണം. അപ്പോഴേക്ക് ചായയും കടിയൊക്കെ ആവും വേണം. പിന്നെ നമ്മളെ ഫിനുമോളെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഷിബിലി മോൻക്കും അവൾക്ക് 2 ടൈമിലല്ലേ മദ്രസ. അപ്പോൾ പിന്നെ ഫിനുമോളെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കും വേണ്ടേ. അങ്ങനത്തെ ആദ്യം തന്നെ കറിക്കുള്ള റെഡിയാക്കാൻ കേട്ടോ. പൊട്ടാറ്റോയും ഉള്ളിയും തക്കാളിയും പിന്നെ 2 പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ട് തേങ്ങ അരച്ചുകൊണ്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം വേണ്ട ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അത് നമ്മൾ മുട്ട റെഡി ആയിട്ടോ. അതിന് ശേഷം മുട്ട ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇത് ഈസി വെക്കുമ്പോൾ തന്നെ കറി കൊണ്ട് വെച്ച് കൊടുത്തു. ഡെയിലി ഞാൻ ഇവർ മദ്രസയിലേക്ക് പോയി 6:30 കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങാറ്. ഇന്ന് പക്ഷേ 5:45 തന്നെ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് നേരത്തെ പോകണം. പിന്നെ ഫിനുമോളെ കൊണ്ടാക്കി കൊടുക്കും വേണ്ട. അപ്പോഴൊക്കെ പിന്നെ ടൈം പോവുകയും ചെയ്യല്ലേ. അതേട്ടാ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയത്. അങ്ങനത്തെ കറിക്കുള്ള തേങ്ങ പൊട്ടിച്ചിട്ടാ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായത് കേട്ടോ. ഇവിടെ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കുട്ടി പട്ടാളങ്ങൾ ഓടി വരും കേട്ടോ. എനിക്കും മെച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അത് കേട്ട പാടി നമ്മൾ ഷിബിലിമോന് ഓടി വന്നു കേട്ടോ. ബ്രഷ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ വന്നിരിക്കുന്നത്. അങ്ങനെ വെള്ളം കുടിച്ചു പിന്നെ തേങ്ങ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ രാവിലെ തന്നെ തിന്നാനും സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ആ തേങ്ങ ചിരണ്ടുന്നതിൻ്റെ ഇടയിലൂടെ അവനക്ക് മദ്രസക്ക് പോകാൻ ടൈമായി. അവന് പോവാണ് കേട്ടോ. അപ്പോഴും വേണം ഞാൻ അവന് പോവുകയാണെന്നുണ്ടെങ്കിലും വേണം കേട്ടോ. കുറച്ച് നേരം അവന് പോകുന്നത് നോക്കി നിൽക്കുക. അങ്ങനെ അവനൊന്ന് കണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ തേങ്ങ ചിരണ്ടുന്നത് മുഴുവനാക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് പോകാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ 4 ദോശ ഉണ്ടാക്കിയിട്ടാ. ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാനായിരുന്നില്ല വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഷിബിലിമോന് പറഞ്ഞിരുന്നു ഇലപ്പരുത്തി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഇലയൊക്കെ തലേ ദിവസം തന്നെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇക്കാക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ 4 ദോശ പെട്ടെന്നാണ്ട് ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഏതായാലും ഇലപ്പരുത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇക്ക നേരത്തെ പണി കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇലപ്പരുത്തി ഇക്ക പിന്നെ അപ്പം തിന്നോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്കാൻ്റെ കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാൻ്റെ യൂണിഫോം ഇട്ടിട്ട് ഇക്ക ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഇതേ ദോശ റെഡിയായി. അങ്ങനെ ഇക്കാക്കുള്ളത് ഇക്ക കൊണ്ടുപോയിട്ടോ. അതിന് ശേഷത്തെ തേങ്ങ ചിരണ്ടാണ് കേട്ടോ. അപ്പോൾ ഇക്ക ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, എനിക്ക് കറി വേണ്ട, ചൂടുള്ള ദോശ മതിയായിരുന്നു കേട്ടോ. ചൂടുള്ള ദോശ പിന്നെ കറിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അപ്പോഴേക്ക് കറി കാണുന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആയില്ല കേട്ടോ. അങ്ങനത്തെ തേങ്ങ ചിരണ്ടിയപ്പോൾ കയന്നു പോന്നു കേട്ടോ ഒരു തേങ്ങ. അങ്ങനെ അതും ഒന്ന് ചെറുതായി പീസാക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തു. അതിൽ നിന്നും കുറച്ചെടുത്തു കേട്ടോ. ബാക്കി ഇലപ്പരുത്തിക്ക് വേണ്ടി എടുത്ത് വെച്ചു. അങ്ങനെ അത് ചെറിയ തേങ്ങയിലോട്ട് അത്യാവശ്യത്തിന് വെള്ളം പിന്നെ ഒരു 2 സ്പൂണ് വലിയ ജീരകവും പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ട് ആ തേങ്ങ നല്ലോണം നരച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കറി റെഡി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കിയപ്പോൾ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ കൊഴിച്ച് കൊടുത്തു റെഡി ആയിട്ടോ. നമ്മുടെ ഫിനിമോൾ എണീറ്റുണ്ടെന്നുണ്ടെങ്കിൽ കടി തിന്നണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കറി അവൾക്ക് വേണം കേട്ടോ. അത്യാവശ്യമാണ് കേട്ടോ അവൾക്ക് കടി. അങ്ങനത്തെ നമ്മുടെ കറി റെഡി ആയിട്ടാ. അപ്പോഴേക്കത് ഇക്കാക്കുള്ള പോകാനുള്ള ടൈമായി. ഇക്ക പോയിട്ട് അതിന് ശേഷം ഞാൻ ഫിനിമോളെ വിളിച്ചുണർത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ.
അവളെ പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് എണീക്കൂട്ടോ. നമ്മൾ ഷിബിലി മോനാണ് കേട്ടോ എണീക്കാൻ പണി. അവൾ സുബിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ സുബി നിസ്കരിച്ചിട്ട് കിടന്നതായിരുന്നു കേട്ടോ. എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവൾ വീണ്ടും കിടന്നപ്പോൾ ഇനി മദ്രസയിലേക്ക് പോകാൻ ടൈം ആകുമ്പോഴേക്ക് അവൾ എണീക്കുള്ളേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല. അവൾ പിന്നെ പെട്ടെന്ന് തന്നെ എണീറ്റ് ഫ്രഷ് ആവാൻ വേണ്ടി പോവാനേ. പിന്നെ അവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കത്തിലേക്ക് എന്തിനേലും വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളി കേൾക്കും. നല്ല ഉഷാറായിരിക്കും കേട്ടോ ആൾ. പിന്നെ എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിട്ട് അവൾ എണീറ്റ് വരിക. അതാണ് അവളുടെ ഒരു പ്രത്യേകത, എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ ദേ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇക്കപ്പോഴേ പോയി പിന്നെ ഞാൻ ഇക്കാനെ മദ്രസയിൽ നിന്ന് കാണുമോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. എന്നും രണ്ടുപേരും ഒരുമിച്ചല്ലേ മദ്രസയ്ക്ക് പോവാറ്. അപ്പോൾ ഇന്ന് അവൾ ഒറ്റക്കായപ്പോൾ അവൾക്ക് എന്തോ പോലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ മുടി കെട്ടി കൊടുക്കാം കേട്ടോ. മുടി കെട്ടുമ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നിസ്കരിച്ച് കിടന്നതുകൊണ്ട് സുഖമായില്ലേ അമ്മ, എണീറ്റ പാടി ചായയും കുടിച്ച് മദ്രസയിലേക്ക് പോയാൽ മതിയില്ലേ എന്നൊക്കെ കേട്ടോ. ഫസ്റ്റ് എണീറ്റ് പാടെ എന്നോട് ചോദിച്ചു ചായയും കടി കൊടുക്കണം വെച്ചേ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുടിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് 7:30 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9:30 വീടുള്ളൂ. അപ്പോൾ പിന്നെ അതുവരെ ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കണ്ടേ. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും പോകില്ല കേട്ടോ. ഇവർക്ക് മദ്രസ വിട്ട് വന്നതിൻ്റെ ശേഷം അങ്ങനെ കുടിച്ച് ശീലമായിട്ട്. അങ്ങനെ അത് മുടികെട്ടലൊക്കെ കഴിഞ്ഞ് അവളാണ് സുന്ദരിയാക്കിട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞു നീ ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടിലാണ് കേട്ടോ. അങ്ങനെ അത് മുടിയൊക്കെ കെട്ടൽ കഴിഞ്ഞതിന് ശേഷം വെള്ളവും പിന്നെ ദോശയും കറിയും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴേ പറയുന്നത് എന്താണെന്നറിയോ, മെച്ചി കുറച്ച് മതി മെച്ചി ഞാൻ വന്നിട്ട് കഴിച്ചുകൊണ്ടെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും 2 ദോശ ഉണ്ട് ചെറുതായി പീസാക്കി കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ അവൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയിട്ടോ. മദ്രസ തുറക്കുന്നത് വരെ ഈ പണി എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എണീറ്റ് കഴിഞ്ഞാൽ ഷിബിലി മോൻ തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ നേരാക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയിട്ടെ ഈ പണിയൊക്കെ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആക്കിയതിൻ്റെ ശേഷം ഞാനിത് അടുപ്പൊന്ന് പിടിപ്പിച്ച് വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളെ ഫിലിമോളെ കൊണ്ടുവന്നാക്കി വരുമ്പോഴേക്ക് അതുവരെ തെയ്യ് അവിടെ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അവിടെ വെള്ളം വെച്ചാണ് കേട്ടോ കൊടുക്കൽ. എന്നിട്ടിത് നമ്മളെ ഫിലിമോളെ മദ്രസക്ക് പോകാൻ വേണ്ടി ഒരുക്കുകയാണേ. എന്തെല്ലാം പണികളാലേ നേരം വെളുത്താൽ നമ്മൾ പെണ്ണുങ്ങൾക്ക്. നേരം വെളുക്കുന്നു, എണീക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ മദ്രസയ്ക്ക് സ്കൂൾക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ റെഡിയാക്കുന്നു. പിന്നെ അത് അടുക്കളപ്പണി തുടങ്ങുന്നു. എന്തെല്ലാം അങ്ങനെ അങ്ങനെ നീണ്ടു പോയി രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രി അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിയുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ ഫിനിമോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞാനും ഫിനിമോളും കൂടി അങ്ങനെ പോവാണ് കേട്ടോ. ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ മദ്രസ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇതേപോലെ രണ്ടുപേരും കൂടി തോളത്ത് കൈ വെച്ചിട്ട് ഇതേപോലെയാണ് പോകാൻ പറഞ്ഞത്. ചിലപ്പോഴും ഇവർക്ക് ആരുടെയെങ്കിലുമൊക്കെ ഉള്ള അടുത്തുള്ള വണ്ടികളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ പോകും. അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത് നമ്മൾ തീ പിടിപ്പിച്ച് വെച്ചിരുന്നില്ല, അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കട്ടെ വീഴാറായിട്ട്. അപ്പോഴേക്കും ഞാൻ എത്തിയതും ഭാഗ്യം കേട്ടോ. പിന്നെ ഇലപ്പത്തിരിക്കുള്ള വെള്ളമാണ് വെച്ചിട്ട് അത്യാവശ്യം ഉപ്പിട്ടുകൊണ്ട് പിന്നെ ഇലപ്പത്തി ഉണ്ടാക്കാൻ വേണ്ടി പൊടിയണ്ണിൻ്റെ ഇലയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോഴേക്കത് വെള്ളം നല്ലോണം തിളച്ചു. കുറേശ്ശെ ആയിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൂടെ തേങ്ങയും ചേർത്ത് കൊടുത്തു. പിന്നെ ഓരോരോ വലിയ ബൗൾസുകളാക്കി എടുത്തു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ പൊടിയണിൻ്റെ ഇല എടുത്തിട്ട് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ റൗണ്ട്സിലാണ്ട് പരത്തി എടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും ഓരോ ഇല മുകളിലും വെച്ച് കൊടുത്തു കേട്ടോ. ലാസ്റ്റായപ്പോൾ പിന്നെ മുകളിൽ വെക്കാനൊന്നും ഇലയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓരോന്നിൽ തന്നെ പരത്തിയെടുത്തു. ബാക്കിയുള്ളതൊക്കെ തന്നെ പിന്നെ അങ്ങനെ ഇട്ടു കേട്ടോ. അങ്ങനത്തെ ഒക്കെ പരത്തലൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ എന്താ രസമല്ലേ ഇങ്ങനെ പരത്തി വെച്ച് കാണാൻ. ഞങ്ങളിവിടെ ഈ ഇലക്ക് പൊടിയണ്ണിൻ്റെ ഇല എന്നൊക്കെ ഇട്ടാൽ പറയുക. ചിലർ വാഴയുടെ ഇലയിലൊക്കെ ഉണ്ടാവും. പിന്നെ പൊടിയണ്ണിൻ്റെ ഇലക്ക് തന്നെ ഓരോരോ ഭാഗത്ത് ഓരോരോ പേരായിരിക്കും കേട്ടോ. അങ്ങനെ ചോറും കൊടുക്കുക ചെറിയ അടുപ്പിലേക്കാണ് മാറ്റി വെച്ചിട്ട് ഇത് ഓരോരോ ഇലപ്പറ്റിയായിട്ട് അങ്ങനെ ഇടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഭാഗം ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ശേഷം ഇത് മറ്റേ ഭാഗവും മറിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ആ ഇല ഒന്നുകൊണ്ട് മാറ്റി വെച്ചു. അങ്ങനത്തെ ഓട്ടയുടെ ചട്ടിയിലാണ് കേട്ടോ വേര്. ഇങ്ങനെ ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും അങ്ങനെ മൺചട്ടിയിലായിരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഇലപ്പറ്റി ചട്ടപ്പെട്ട വേവിച്ച് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും 2 ആൾ വേണം. ഒരാൾ ഇങ്ങനെ ഉണ്ടാക്കാനും വേണം, ഒരാൾ ചുടാനും വേണം. എന്നാലേ പെട്ടെന്നൊക്കെ പണിയൊക്കെ സ്പീഡാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരാൾ ഒറ്റക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കും. ഇന്ന് അങ്ങനെ കടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഷിബിലിമോന് മദ്രസ വിട്ട് വന്നു കേട്ടോ. മദ്രസ ഇട്ടിട്ട് സ്കൂൾ ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും വേണ്ടിയില്ല രാവിലെ ആയാലും വേണ്ടിയില്ല ചായയും കടി എന്താണെന്ന് കേട്ടോ നോക്കുക. ഇന്ന് പിന്നെ അവനക്ക് എന്താണ് കടിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ തന്നെയാണ് ഇല പരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പറിച്ച് തന്നു കേട്ടോ. അങ്ങനെ വന്നത് അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു അറിയാം, ഈ പണി എടുക്കണ്ട, ഈ പണി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം കൂടി ഒന്നായി കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ പിന്നെ അവനക്ക് കൊടുത്ത പണിയാണ് കേട്ടോ. ഏതായാലും വെള്ളം വണ്ടി വരാറാകുമ്പോഴേക്കത് ഡ്രമ്മത്തെ വെള്ളം ഒഴിവാക്കുകയാണ് കേട്ടോ.
ഞങ്ങൾ അലക്കാനും ബാത്റൂമൊക്കെ അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. മറ്റുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കിണറിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി വെള്ളമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇക്ക പിന്നെ പണിക്ക് പോയതായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ ഇലയപ്പരത്തി അടുപ്പത്ത് നോക്കണുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും വേണം അതും വേണം, 2 പണിയും കൂടിയിട്ടാണ് നടക്കുന്നത്. കാരണം ഇത് വെള്ളം കൊണ്ടുവെക്കുമ്പോഴേക്ക് കടി മൊത്തം ചുടൽ കഴിഞ്ഞോളും എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടി ഒപ്പാട്ട ചെയ്യുന്നത്. അങ്ങനത്തെ ഇലയപ്പരത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ചോറിനുള്ള കുടുക്ക അടുപ്പത്തേക്ക് വെച്ചിട്ട് അങ്ങനത്തെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി അപ്പോഴേക്കും ഇത് വെള്ളം ഫുള്ള് കൊണ്ടുവെക്കലും കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ 2 പേരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. ഇലയപ്പരത്തി തിന്നാനൊരുങ്ങിയപ്പോൾ നമ്മൾ ഷിബിലിമോൻ പറയാം അതിലേക്ക് കറീൻ്റെ ആവശ്യമില്ല, കറി ഇല്ലാത്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ തിളച്ച വെള്ളത്തിലല്ല കുഴച്ചിട്ടുള്ളത്, അപ്പോൾ പിന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.